Hi, it's me Mereena Joby. Welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ദോശ. നമ്മുടെ അമ്മമാർക്ക് ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നതുകൊണ്ട് പലരും ദോശയ്ക്ക് മുമ്പിലിരുന്ന് കൈകൂമ്പിയിട്ടുണ്ടാവും. ഇതൊന്ന് നിർത്തുമോന്ന് പറഞ്ഞിട്ട്. ഞാനും കൈകൂമ്പിയിട്ടുണ്ട് കേട്ടോ, മടുത്തിട്ട്. അങ്ങനെയുള്ളവർക്കായിട്ട് നമുക്കൊരു ദോശയ്ക്കൊരു മേക്ക് ഓവർ കൊടുത്താലോ? ദോശ ഉണ്ടാക്കാൻ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. ഒരു കപ്പ് അരിയും 1/2 കപ്പ് ഉഴുന്നും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഒരു 6 മണിക്കൂർ അങ്ങ് കുതിർത്തിയിടും. എന്നിട്ടൊന്ന് മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് അങ്ങ് അരച്ചെടുക്കും. പിന്നെ ഒരു 8 മണിക്കൂർ അങ്ങ് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. മിക്കവാറും ഞാൻ രാത്രി അരച്ച് വെച്ച് ഓവർനൈറ്റാണ് പൊങ്ങാൻ വെക്കാറ്. എന്നിട്ട് രാവിലെ പൊങ്ങി വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ദോശ റെഡിയാക്കി എടുക്കും. അപ്പം ഇങ്ങനെ റെഡിയാക്കിയ ഈ മാവിലാണ് ഞാൻ ഇന്ന് സ്പെഷ്യൽ ദോശ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ സ്പെഷ്യൽ ദോശയ്ക്ക് ഒരു ടോപ്പിംഗ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ദോശയ്ക്ക് 1 മുട്ട എന്ന കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എത്ര ദോശ റെഡിയാക്കി എടുക്കണോ അതനുസരിച്ച് മുട്ടയുടെ എണ്ണം, ബാലൻസ് ഉള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിക്കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ഒരു 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു തക്കാളി നല്ല പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം കേട്ടോ, കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാണ്. ഇനി നമുക്ക് ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒരു 2 തവി മാവ് ഒഴിച്ച് നന്നായിട്ട് അങ്ങ് പരത്തി കൊടുക്കാം. അതിന് വെള്ളം ഒന്ന് വലിഞ്ഞു വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെ മിക്സ് ഒന്ന് മുകളിൽ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് മറച്ചിടണം കേട്ടോ. മറച്ചിട്ട് ആ സൈഡും കൂടെ ഒന്ന് കുക്കായ ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ചൂട് പിസ ഫ്രണ്ടിലിരിക്കുന്ന മാതിരിയല്ലേ, നല്ല അടിപൊളിയായിട്ട് വേറൊരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഈ സ്പെഷ്യൽ പിസ്സ ദോശ റൊട്ടീൻ ദോശ ആക്കിയാൽ നമ്മൾ ഇതിന് മുമ്പിലിരുന്നും കൈകൂമ്പേണ്ടി വരും കേട്ടോ. അപ്പോൾ ആ കാര്യം ഓർക്കൂലോ. ടാറ്റാ.